എല്ലാവർക്കും നമസ്കാരം. ഏബിൾ ഇന്ത്യ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് GST പോർട്ടലിൽ വന്നിട്ടുള്ള ഒരു പുതിയ ഫെസിലിറ്റിയാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. നമുക്കെതിരെ ടാക്സ് പെയർക്കെതിരെ ഏതെങ്കിലും ഓർഡറുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് GST പോർട്ടലിൽ വന്നിട്ടുണ്ടാവും. അത് രണ്ട് സ്ഥലത്തായിരിക്കും ഉണ്ടാവുക. ഒന്ന്, നമ്മൾ സർവീസസിൽ പോയി കഴിഞ്ഞാൽ ലെഡ്ജേഴ്സിൽ പോവുക. ലെഡ്ജേഴ്സിൽ പോയി കഴിഞ്ഞാൽ പേയ്മെൻറ്റ്സ് ടുവേർഡ്സ് ഡിമാൻഡ് എന്നുള്ള ഓപ്ഷന് നോക്കാം. അപ്പം അതിൽ ഒരുപാട് നമുക്കെതിരെ വന്നിട്ടുള്ള ഓർഡറുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എമൗണ്ട് ഇവിടെ വന്ന് കിടക്കുന്നുണ്ടാവും. അത് നിങ്ങൾക്കറിയാം. ഇത് മാത്രവുമല്ല, സർവീസസിൽ പോയി കഴിഞ്ഞാൽ ലെഡ്ജേഴ്സിൽ ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്ററുകൾ പോയി കഴിഞ്ഞാൽ രണ്ട് പാർട്ടുണ്ട്, പാർട്ട് 1, 2. അതിൽ ഒന്ന് റിട്ടേൺ റിലേറ്റഡ് ലയബിലിറ്റി, ഒന്ന് അതർ ദാൻ റിട്ടേൺ റിലേറ്റഡ് ലയബിലിറ്റി. അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എതിരെ വന്നിട്ടുള്ള ഓർഡറുകൾ നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് ഇത് ഒരു കൊല്ലത്തെയാണ് ഇവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കുക. നമുക്ക് നോക്കാം. ഞാനിവിടെ 1/2024 മുതൽ ഇന്ന് വരെയുള്ളത് 23/4/2024 വരെയുള്ള ഏതെങ്കിലും ഈ പീരീഡിൽ നമുക്കെതിരെ വന്നിട്ടുള്ള ഏതെങ്കിലും ഓർഡറുകൾ ഉണ്ടോ എന്നാണ് നോക്കുന്നത്. അതിൽ ഞാൻ സ്റ്റേ സ്റ്റാറ്റസ് എന്ന് കാണാൻ ഇവിടെ സാധിക്കും. സ്റ്റേ സ്റ്റാറ്റസ് അതിൽ സെലക്ട് ചെയ്താൽ സ്റ്റേ ഉള്ളത്, അൺസ്റ്റേഡ്, നൺ, ഓൾ ഉണ്ട്. ഈ ഓൾ കൊടുക്കുക. അപ്പോൾ ഓൾ കൊടുക്കുമ്പോൾ നമുക്ക് ആ പീരീഡിൽ വന്നിട്ടുള്ള എല്ലാ ഓർഡറുകളും ഇവിടെ കാണാൻ സാധിക്കും. ഈ കേസിൽ 2 ഓർഡറുകളാണ് വന്നിട്ടുള്ളത്. 17-18 ഫിനാൻഷ്യൽ ഇയറിന് വേണ്ടി ഒരു ഓർഡർ വന്നിട്ടുണ്ട്. 30th ജനുവരി 2024 വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 6th ഫെബ്രുവരി 2024 18-19 ഒരു ഓർഡറും വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ ഡേറ്റ്, റെഫറൻസ് നമ്പർ, ടാക്സ് പീരീഡ് അപ്ലിക്കബിൾ അത് കാണാൻ സാധിക്കും. ലെഡ്ജർ യൂസർ ഫോർ ഡിസ്ചാർജിങ് ലയബിലിറ്റി, റിലവൻ്റ് ഡിമാൻഡ് ID, ഇങ്ങനെയുള്ളതൊക്കെ കാണാൻ സാധിക്കും. ഇനി നമ്മളിതിൻ്റെ ഇപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ കാണാം പേയ്മെൻറ്റ് ഓഫ് ഡിമാൻഡ് അണ്ടർ അപ്പീൽ എന്ന് പറഞ്ഞാൽ ക്യാഷായി നമ്മൾ ഡിമാൻഡിലേക്ക് അടച്ച പൈസ അപ്പീൽ ഫയൽ ചെയ്യുമ്പോൾ, അതായത് പ്രീ ഡെപ്പോസിറ്റ് ചെയ്ത പൈസ, അപ്പീൽ ഫയൽ ചെയ്യുമ്പോൾ പ്രീ ഡെപ്പോസിറ്റ് ചെയ്ത പൈസേനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഇത് അടുത്ത ഡിമാൻഡാണ് 18-19. അത് ഡിമാൻഡ് എഗെയിൻസ്റ്റ് സമ്മറി ഓഫ് ഓർഡർ DRC-07. ഇതാണ് നമുക്കെതിരെയുള്ള ഓർഡർ ഡെബിറ്റ്. അതിൻ്റെ അർത്ഥം ഇത് നമുക്കെതിരെ ഓർഡർ ഇട്ടിരിക്കുന്നു. ഇത് ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു ഓർഡറിനെതിരെ അപ്പീൽ ഫയൽ ചെയ്തപ്പോൾ ആ പൈസ പ്രീ ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ ആ പ്രീ ഡെപ്പോസിറ്റിൻ്റെ എമൗണ്ട് റെക്കോർഡ് ചെയ്തേക്കാണ്. ഓക്കെ. അപ്പോൾ നമ്മളിങ്ങടെ ഈ അറ്റത്തേക്ക് പോവുകയാണെങ്കിൽ ഇത് നമ്മുടെ എമൗണ്ട്, ഡെബിറ്റഡ്, ക്രെഡിറ്റഡ്, ബാലൻസ്. ഇവിടെ ഒരു പുതിയ ടാബ് വന്നിട്ടുണ്ട്, സ്റ്റേ സ്റ്റാറ്റസ്. ഇവിടെ കാണാൻ സാധിക്കും സ്റ്റേ സ്റ്റാറ്റസ് എന്ന്. അപ്പോൾ ഈ ആദ്യത്തെ ഡിമാൻഡ് നോക്കാം. അത് പ്രീ ഡെപ്പോസിറ്റ് അടച്ചതാണ്. അപ്പോൾ അതിൻ്റെ നേരെ സ്റ്റേഡ് എന്ന് കാണുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ആ ഓർഡർ സ്റ്റേ ചെയ്തിട്ടുണ്ട്. കാരണം അപ്പീൽ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സ്റ്റേ ആവും. ഫസ്റ്റ് അപ്പീൽ ഫയൽ ചെയ്താൽ അത് സ്റ്റേ ആയിരിക്കും ഓർഡർ പാസ്സാക്കുന്നത് വരെ. അപ്പോൾ അത് സ്റ്റേ ആണെന്ന് കാണിക്കുന്നു. ഇപ്പോൾ രണ്ടാമത്തെ ഒരു ഓർഡർ നോക്കൂ. ഇത് DRC-07 ഓർഡർ ഇട്ട കേസാണത്, ഉണ്ടല്ലേ? DRC-07 ഇട്ടിരിക്കുകയാണ്. ആ ലയബിലിറ്റി നമുക്ക് ഇവിടെ നോക്കിയാൽ അൺസ്റ്റേഡ് എന്ന് കാണാം. അതിൻ്റെ അർത്ഥം ഇതിനെതിരെ അപ്പീൽ ഫയൽ ചെയ്തിട്ടില്ല, പാർട്ടി അപ്പീൽ ഫയൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിനെതിരെ ഫയൽ ചെയ്തില്ലെങ്കിൽ ഇത് 3 മാസം കഴിഞ്ഞാൽ, ഓർഡർ ഇഷ്യൂ ചെയ്ത് 3 മാസം കഴിഞ്ഞാൽ അത് റിക്കവറിക്ക് ഇനീഷ്യേറ്റഡ് ആവും, റിക്കവറി സ്റ്റാർട്ട് ചെയ്യും. അപ്പം 3 മാസം വരെ അൺസ്റ്റേഡ് ആണെങ്കിലും കുഴപ്പമില്ല. 3 മാസം കഴിഞ്ഞാൽ റിക്കവറിക്ക് പോകും. അപ്പോൾ നമ്മൾ അപ്പീൽ ഫയൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 3 മാസത്തിനുള്ളിൽ അപ്പീൽ ഫയൽ ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് സ്റ്റേഡ് എന്നുള്ള കാറ്റഗറിയിൽ ഒന്ന് കിടക്കും, സ്റ്റാറ്റസ് കാണിക്കും. അതേസമയം 3 മാസം കഴിഞ്ഞിട്ടും അപ്പീൽ ഫയൽ ചെയ്തില്ലെങ്കിൽ അത് അൺസ്റ്റേഡ് എന്ന് പറഞ്ഞിട്ടായിരിക്കും കിടക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിനെതിരെ റിക്കവറി നോട്ടീസ് ഇഷ്യൂ ചെയ്യും. അതാണ് ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ ഇതൊരു പുതിയൊരു ഫെസിലിറ്റിയാണ്. ഇപ്പോൾ നമ്മൾ റിട്ടേണൊക്കെ പലരുടെയും റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ അവരുടെ സൈറ്റിൽ ലോഗിൻ ചെയ്യുമ്പോഴൊക്കെ പേയ്മെൻറ്റ്സ് ടുവേർഡ്സ് ഡിമാൻഡ്, അതുപോലെ തന്നെ
ലയബിലിറ്റി രജിസ്റ്ററിൽ പോയി നോക്കുക, ഏതെങ്കിലും ഡിമാൻഡുകൾ വന്നിട്ടുണ്ടോ. അതിനെതിരെ സ്റ്റേ ആയിട്ട് കിടക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അപ്പീൽ ഫയൽ ചെയ്തിട്ടുണ്ടെന്ന് അർത്ഥം. അൺസ്റ്റേഡ് എന്ന് പറഞ്ഞാൽ അത് അപ്പീൽ ഫയൽ ചെയ്തിട്ടില്ല, അപ്പോൾ 3 മാസം ഓർഡർ കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞാൽ അത് റിക്കവറിക്ക് പോവും എന്ന് നമ്മൾ അറിയിക്കുകയാണ്. അപ്പോൾ ഇതൊരു ഫെസിലിറ്റിയാണ്, നമുക്ക് കാര്യങ്ങൾ അറിയാനായിട്ടുള്ള ഒരു ഫെസിലിറ്റിയാണ്. അത് PDF ആയിട്ടും എക്സലായിട്ടൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ച് നമ്മൾ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഒക്കെ ക്ലയൻറ്റിൻ്റെ ഡാറ്റ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്കെതിരെ ടാക്സ് പെയർക്കെതിരെ ഡിമാൻഡുകളോ ഒക്കെ നിൽക്കുന്നുണ്ടോ, കേസുകളുണ്ടോ എന്നൊക്കെ അറിയാനുള്ള എളുപ്പവഴിയാണ് ഇങ്ങനെ നോക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നത് ഒരു പുതിയ ഫെസിലിറ്റിയാണ്, നമുക്കത് യൂസ് ചെയ്യാൻ സാധിക്കും. ഏതിനൊക്കെ സ്റ്റേ വന്നിട്ടുണ്ട്, ഏതിനൊക്കെ സ്റ്റേ ഇല്ല എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അപ്പീൽ ഫയൽ ചെയ്തിട്ടുണ്ടാവില്ല, 3 മാസം വരെ സ്റ്റേ ഇല്ലെങ്കിലും കുഴപ്പമില്ല. കാരണം അപ്പീൽ ഫയൽ ചെയ്യാൻ 3 മാസം സമയമുണ്ട്. 3 മാസം കഴിഞ്ഞിട്ട് അപ്പീൽ ഫയൽ ചെയ്തില്ലെങ്കിൽ അൺസ്റ്റേഡ് ആയിട്ട് കിടന്നാൽ ബുദ്ധിമുട്ടാണ്, റിക്കവറിക്ക് പോകും. ഓക്കെ, ഇനി ഇതിൻ്റെ ലീഗൽ പ്രൊവിഷൻസ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതാണ് സെക്ഷൻ 78, ഇനീഷിയേഷൻ ഓഫ് റിക്കവറി പ്രൊസീഡിങ്സ്. ഇവിടെ ഒരു പറയുന്നുണ്ട്, സെക്ഷൻ 78 പറയുന്നു, എനി എമൗണ്ട് പേയബിൾ ബൈ എ ടാക്സിബിൾ പേഴ്സൺ ഇൻ pursuance of an order passed under this act shall be paid by such person within a period of 3 months from the date of service of such order. ഓർഡർ കിട്ടി വിതിൻ 3 monthsനുള്ളിൽ നമ്മൾ പൈസ അടച്ചിരിക്കണം. ഇനി അത് അടച്ചില്ലെങ്കിലോ, ഫാലിംഗ് വേജ് റിക്കവറി പ്രൊസീഡിങ്സ് ഷാൽ ബി ഇനീഷ്യേറ്റഡ്. ഇപ്പോൾ സെക്ഷൻ 78 പ്രകാരം നമ്മൾ ടാക്സ് വിതിൻ 3 monthsനുള്ളിൽ അടയ്ക്കണം, ഇല്ലെങ്കിൽ റിക്കവറി പ്രൊസീഡിങ്സ് ഇനീഷ്യേറ്റ് ചെയ്യും, സ്റ്റാർട്ട് ചെയ്യും എന്നാണ് പറയുന്നത് സെക്ഷൻ 78 പ്രകാരം. ഇനി നമ്മൾ അപ്പീൽ ഫയൽ ചെയ്യുകയാണെങ്കിലോ, വിതിൻ 3 months ആണല്ലോ നമ്മൾ നോർമലി അപ്പീൽ ഫയൽ ചെയ്യേണ്ടത്. അപ്പോൾ അപ്പീൽ ഫയൽ ചെയ്യുകയാണെങ്കിൽ എന്താണ് ഉണ്ടാവുക, അത് സ്റ്റേ കിട്ടുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. സെക്ഷൻ 107 അതിനെപ്പറ്റി പറയുന്നത്. സെക്ഷൻ വിൽ ഗോ ടു 107. സെക്ഷൻ 107 പോവുകയാണെങ്കിൽ ഇതാണ് 107, അപ്പീൽ ടു അപ്പീലേറ്റ് അതോറിറ്റി. നമുക്കെതിരെ ഒരു ഓർഡർ വന്നാൽ നമ്മൾ അപ്പീൽ ഫയൽ ചെയ്യുന്നത് സെക്ഷൻ 107 പ്രകാരമാണ്. അതിൽ നമ്മൾ അടിയിൽ പോവുകയാണെങ്കിൽ 107 സബ്സെക്ഷൻ 6 പറയുന്നുണ്ട്, അപ്പീലൻ്റ് ഷാൽ പേ ഹാസ് പെയ്ഡ്, നോ അപ്പീൽ ഷാൽ ബി ഫയൽഡ് അൺലെസ് അപ്പീലൻ്റ് ഹാസ് പെയ്ഡ്. പ്രീ ഡെപ്പോസിറ്റ് അടയ്ക്കണം എന്നാണ് പറയുന്നത്. അഡ്മിറ്റഡ് ടാക്സ് ഫുൾ അടയ്ക്കണം, പിന്നെ 10% ഓഫ് റിമൈനിങ് എമൗണ്ട് ഓഫ് ടാക്സ് ഇൻ ഡിസ്പ്യൂട്ടും കൂടി അടയ്ക്കണം. പ്രീ ഡെപ്പോസിറ്റ് അടയ്ക്കണം എന്നാണ് സബ്സെക്ഷൻ 6 പറയുന്നത്. ഇനി സബ്സെക്ഷൻ 7 പറയുന്നുണ്ട്, വേർ ദ അപ്പീലൻ്റ് ഹാസ് പെയ്ഡ് ദ എമൗണ്ട് അണ്ടർ സബ്സെക്ഷൻ 6. അതായത് പ്രീ ഡെപ്പോസിറ്റ് അടച്ചിട്ടുണ്ടെങ്കിൽ റിക്കവറി പ്രൊസീഡിങ്സ് ഫോർ ദ ബാലൻസ് എമൗണ്ട് ഷാൽ ബി ഡീംഡ് ടു ബി സ്റ്റേഡ്. ഇതുകൊണ്ടാണ് അപ്പീൽ ഫയൽ ചെയ്താൽ പ്രീ ഡെപ്പോസിറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള എമൗണ്ടിന് സ്റ്റേ ഉണ്ടെന്ന് പറയുന്നത്. ഇനി ഫസ്റ്റ് അപ്പീലിൽ നമ്മൾ ടാക്സ് പെയർ ഫെയിലായി എന്ന് കരുതുക, അപ്പോൾ നമുക്ക് ട്രൈബ്യൂണലിൽ അപ്പീൽ ഫയൽ ചെയ്യാൻ സാധിക്കും. ട്രൈബ്യൂണൽ സെറ്റപ്പ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ട്രൈബ്യൂണൽ അപ്പീൽ ഫയൽ ചെയ്യുന്ന സെക്ഷൻ ഏതാണ്, സെക്ഷൻ 112 അപ്പോൾ 112 എന്താണ് പറയണതെന്ന് നോക്കാം. 112 അത് പറയുന്നു അപ്പീൽ ടു അപ്പീലേറ്റ് ട്രൈബ്യൂണൽ. അപ്പോൾ അതിൽ എന്താണ് പ്രീ ഡെപ്പോസിറ്റിനെ പറ്റി പറയുന്നത്. ഇവിടെ നമ്മൾ പറയുന്നുണ്ട് 20% പെനാൽറ്റി പ്രീ ഡെപ്പോസിറ്റ് നടത്തണം എന്ന് പറയുന്നുണ്ട് എക്സ്ട്രാ. ഫസ്റ്റ് അപ്പീൽ സ്റ്റേജിലുള്ള 10% കൂടാണ്ട് ട്രൈബ്യൂണൽ അപ്പീൽ ഫയൽ ചെയ്യണമെങ്കിൽ 20% കൂടി അടയ്ക്കണം എന്ന് പറയുന്നുണ്ട്. ഇനി ഇവിടെ 9 നോക്കൂ, വേർ ദ അപ്പീലൻ്റ് ഹാസ് പെയ്ഡ് ദ എമൗണ്ട് അണ്ടർ സബ്സെക്ഷൻ 8 എന്ന് പറഞ്ഞാൽ പ്രീ ഡെപ്പോസിറ്റ് അടച്ചിട്ടുണ്ടെങ്കിൽ റിക്കവറി പ്രൊസീഡിങ്സ് ഫോർ ദ ബാലൻസ് എമൗണ്ട് ഷാൽ ബി ഡീംഡ് ടു ബി സ്റ്റേഡ് ടിൽ ദ ഡിസ്പോസൽ ഓഫ് ദ അപ്പീൽ. അപ്പോൾ അവിടെയും ബാലൻസ് എമൗണ്ടിന് സ്റ്റേ ഡീംഡ് ആസ് അലൗഡ്. അപ്പോൾ പ്രീ ഡെപ്പോസിറ്റ് അടച്ചു കഴിഞ്ഞാൽ ബാലൻസ് എമൗണ്ട് ഓട്ടോമാറ്റിക് സ്റ്റേ ആണ്. അപ്പോൾ ഇതാണ് ലീഗൽ പ്രൊവിഷൻ സെക്ഷൻ 78
സെക്ഷൻ 107, സെക്ഷൻ 112 ട്രൈബ്യൂണലിലുള്ള അപ്പീൽ. അപ്പോൾ ഇതാണ് എൻ്റെ ലീഗൽ പ്രൊവിഷൻസ്. നമ്മൾ നേരത്തെ കണ്ടു GST പോർട്ടലിൽ ഒരു ഫെസിലിറ്റി കൊണ്ടുവന്നിരിക്കുന്നു. നമുക്ക് നമ്മുടെ സ്റ്റാറ്റസ് ഇവിടെ ചെക്ക് ചെയ്യാൻ സാധിക്കും, സ്റ്റേ ഉണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ. തീർച്ചയായിട്ടും ഇതൊരു സൗകര്യമാണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, വീണ്ടും മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. നന്ദി.